മോർണിംഗ് ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നെറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ബ്രേക്ക് ഇവൻ പോയിന്റ് സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊരു പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1000 രൂപ ചിലവായി എന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 രൂപ വരുമാനം കിട്ടി. അതിനർത്ഥം നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആണ് എന്നുള്ളതാണ്. സോ ആ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റിക്കാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ പോയിന്റ് വെർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ഓക്കെ, ദെൻ ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് നമ്മുടെ ആൾജിബ്രിക് മെത്തേഡ്, രണ്ടാമത്തെ ഗ്രാഫിക് മെത്തേഡ്. ദെൻ ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ ഒരു രണ്ട് തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. പെർ യൂണിറ്റ് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ റുപ്പീസിലും ചോദിക്കാറുണ്ട്. യൂണിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സ്ഡ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് കാണേണ്ടത്. റുപ്പീസിലാണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് എക്സ്പെൻസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. ദെൻ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണേണ്ടി വരും. അതിന് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ സെയിൽസ് പെർ യൂണിറ്റ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം. ഇതിൽ ആദ്യം നമ്മൾ എഴുതുന്നത് സെയിൽസ് ആണ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. സോ ആദ്യം നമ്മൾ എഴുതുന്നത് സെയിൽസ് ആണ്. അതിനുശേഷം അതിൽ നിന്ന് നമ്മുടെ വാരിയബിൾ ഓവർ ഹെഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ എന്നിവ കുറച്ചതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചതിന് ശേഷമാണ് നമ്മുടെ ഫൈനൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഈ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ ദ ഇയർ ഈസ് റുപ്പീസ് 60,000, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റുപ്പീസ് 15, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റുപ്പീസ് 10, കാൽക്കുലേറ്റ് ദ BEP ഔട്ട്പുട്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഔട്ട്പുട്ടിലാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, റുപ്പീസിലല്ല. അപ്പോൾ നമുക്കറിയാം ബ്രേക്ക് ഇവൻ പോയിന്റ് ഔട്ട്പുട്ടിൽ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഔട്ട്പുട്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എത്രയാണോ ഫിക്സ്ഡ് കോസ്റ്റ് അത് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അത് ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ക്വസ്റ്റ്യനിൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുള്ളത്? നമുക്ക് നേരിട്ട് ഫിക്സ്ഡ് കോസ്റ്റിന് എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അത് എത്രയാണ്? 60,000 ആണ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റിന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. നമുക്കറിയാം എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എങ്ങനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക? എത്രയാണോ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് അതിൽ നിന്ന് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടുന്നത്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 15 ആണ്. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 10 ആണ്. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആയിട്ടുള്ള 15ൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ടുള്ള 10 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. എത്രയാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിയത്? 5. സോ ഇനി നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ 60,000 ഡിവൈഡ് ബൈ 5. അപ്പോൾ നമുക്ക് 12,000 യൂണിറ്റ് എന്ന് കിട്ടും. ഓക്കെ, ബ്രേക്ക് ഇവൻ പോയിന്റ് സംടൈം നമ്മളോട് റുപ്പീസിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും, അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 60,000, സെയിൽസ് തന്നിട്ടുണ്ട് 4 ലക്ഷം, വാരിയബിൾ കോസ്റ്റ് 3 ലക്ഷം. നമ്മളോട് BEP സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ് എന്നുള്ളത്. ആദ്യം നമ്മൾ എത്രയാണോ ഫിക്സ്ഡ് കോസ്റ്റ് അതിനെ സെയിൽസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷം നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് 60,000 രൂപയാണ്. സെയിൽസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, സെയിൽസ് മൈനസ് വാരിയബിൾ
കോസ്റ്റ് ആണ്. ഇവിടെ സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 4 ലക്ഷം രൂപയാണ്. വാരിയബിൾ കോസ്റ്റും നമുക്ക് തന്നിട്ടുണ്ട് 3 ലക്ഷമാണ്. സോ സ്വാഭാവികമായിട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 lakh ആയിരിക്കും. 4 lakh മൈനസ് 3 lakh ഈസ് ഈക്വൽ ടു 1 lakh. ഓക്കെ, ദെൻ ഇനി നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, കാരണം നമുക്ക് ഡാറ്റാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് ചെയ്യാം 60,000 ഇൻറ്റു 4 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 1 lakh. സോ നമുക്ക് ടോട്ടലി 2,40,000 എന്ന് കിട്ടും. അതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ യൂണിറ്റിലും റുപ്പീസിലും കണക്കാക്കുന്നത്.